എന്തുകൊണ്ടാണ് ഫോക്കസ് അത്ര ഹാർഡായിട്ടുള്ളൊരു സാധനം, ഒരു ഫാക്ടർ ആവാൻ കാരണം എന്താണ്? ഡാനിയൽ കോൾമാൻ തന്നെ പറഞ്ഞേക്കുന്നത് ഫോക്കസിനൊരു സൈലന്റ് കില്ലർ ഓഫ് ഡ്രീംസ് എന്നാണ്. അതായത് നമ്മുടെ സ്വപ്നങ്ങളെ ഒളിച്ചിരുന്ന് വെടിവെച്ച് കൊല്ലണ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഫോക്കസ്. അല്ല, നമ്മുടെ ആ ഒരു ലാക്ക് ഓഫ് ഫോക്കസ്. അതായത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കുറെ കോൺസെൻട്രേഷൻ വേണമെന്നാണ്. നമുക്കൊരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മനസ്സിലായി ഇതിനൊരു കോൺസെൻട്രേഷൻ മാത്രം പോരാ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധ മാത്രമല്ല വേണ്ടത്. കാരണം ഇന്നത്തെ ലോകത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡിജിറ്റലി നമ്മളൊരു ബമ്പാർഡഡ് ആയിട്ടിരിക്കുകയല്ലേ. അപ്പം നമുക്ക് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഒത്തിരി നോട്ടിഫിക്കേഷൻ, ഫോൺ കോളുകൾ, നമുക്കൊരു ഒറ്റയ്ക്കിരിക്കാനുള്ള സമയം പോലും ഈ ലോകത്തില്ല. സത്യം. അപ്പം നമ്മളൊരു ഇപ്പം ഇന്നത്തെ ലോകത്തിൻ്റെ ഇന്നത്തെ ഇപ്പം ഇൻസ്റ്റ എല്ലാ കാലത്ത് മനുഷ്യൻ്റെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു സാധനത്തിൽ ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ സമയം ഒരു 30 സെക്കൻഡിൽ നിന്ന് 15 സെക്കൻഡിൽ നിന്ന് ഇപ്പോൾ 7 സെക്കൻഡിലേക്ക് മറ്റാണ് സമയം പോലെ. അത് ഈ റീൽസ് എന്തുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്? കാരണം അതിൻ്റെ അത്രയ്ക്ക് മനുഷ്യൻ്റെ അറ്റൻഷൻ ചെയ്യാനുള്ളത്.